അഡ്വക്കേറ്റ് ബലദേവ്, നേരത്തെ ഡോക്ടർ ആരിഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ഇലക്ടറൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാത്രം ചുരുക്കി കാണേണ്ട ഒരു വിഷയമല്ല, കുറേ കൂടി ഡീപ്പായിട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതല്ലേ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ? തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും ISS ആയാലും അൽ-ഖ്വയ്ദ ആയാലും എല്ലാം തന്നെ ഇതിന്റെയൊക്കെ വേരുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങേയറ്റം അപകടകരവുമാണ്. അതിന്റെ തർക്കമൊന്നുമില്ല. ഏത് തീവ്രവാദ സംഘടനയും ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ അങ്ങേയറ്റം ബാധിക്കുന്നതാണ്. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം, അത് നേരത്തെ ഇവിടെ പറഞ്ഞതായ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ വർഗീയ പ്രസ്ഥാനങ്ങളെയും നമുക്ക് പരിപോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ജനാധിപത്യ പ്രക്രിയയെ, വിശേഷിച്ച് ഇന്ത്യയെ പോലൊരു വലിയ മതേതര രാഷ്ട്രം, ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു മതേതര ജനാധിപത്യ സങ്കല്പമാണ് നമുക്കുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഒന്നിനെയും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒന്നിരണ്ട് കാര്യങ്ങൾ. BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. ശരിയാണ്, കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ BJP ഭരിക്കുന്നു. നേരത്തെ 5 വർഷം BJP ഭരിച്ചിരുന്നു. ഇവിടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. 1999 ജൂലൈ മാസം 26-ാം തീയതിയാണ് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ചെറിയ യുദ്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നത് 99 ജൂലൈ 26. അന്ന് വാജ്പേയിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് ഇന്ത്യയുടെ സ്ഥലമായിരുന്ന കാർഗിൽ പാകിസ്ഥാൻകാർ പിടിച്ചടക്കി. 444 പട്ടാളക്കാരെ മരിച്ചത്, 600 ചില്ലാനും പേർക്ക് പരിക്ക് പറ്റി, 100 ചില്ലാനും പേർക്ക് ഇപ്പോഴും ഒരറിവുമില്ല. നമുക്ക് ആയിരക്കണക്കിന് കൂടുതൽ നഷ്ടപ്പെട്ടു. 2001 ഡിസംബർ മാസം 13-ാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർലമെന്റ് ആക്രമിക്കുന്നത്. അത് BJP ഭരിക്കുമ്പോഴാണ്, BJP ഇരിക്കുമ്പോഴാണ്. 2016 ജനുവരി മാസം 2-ാം തീയതി പത്താൻകോട്ട എയർഫോഴ്സ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ എയർഫോഴ്സ് ക്യാമ്പ് ആക്രമിക്കുന്നു. 45 എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അന്ന് 2016 നമ്മുടെ ഞാനൊന്ന് പറയട്ടെ, അങ്ങനെ സംസാരിക്കാതെ ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവർ സംസാരിക്കാൻ മിണ്ടാതിരിക്കുക. 2019 ഫെബ്രുവരി 4 പുൽവാമ CRP ക്യാമ്പ് 49 പട്ടാളക്കാർ മരിച്ചു. അപ്പൊ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങൾ നടന്നതെല്ലാം BJP ഭരിക്കുമ്പോഴാണ്. പിന്നെ പത്മനാഭൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. RSSന്റെ സർസംഘചാലക് തന്നെ ഈ ഭീകരാക്രമങ്ങളെ അപലപിച്ചുകൊണ്ടിരിക്കൽ പറയുകയുണ്ടായി, വളരെ കൂടുതൽ പട്ടാളക്കാർ ഇന്ത്യയിൽ ഭരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മോഹൻ ഭാഗത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പറഞ്ഞാണ്. അപ്പം BJP ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇടമില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വല്ല തീവ്രവാദി ആക്രമണങ്ങളും ഇന്ത്യയുടെ ഭാഗം പാകിസ്ഥാൻ പിടിച്ചടക്കിയതും എല്ലാം തന്നെ BJP ഭരിക്കുമ്പോൾ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ശരിയാണ്, കേരളത്തിലൊക്കെ കുറെ പീഡിപ്പിക്കാരെയും പോപ്പുലർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പോപ്പുലർ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അല്ല, പത്മനാഭൻ ചേട്ടൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നുകൊണ്ട് അത് ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇന്ത്യയിൽ അതിനും ഒരിക്കലും നടന്നിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റ് എന്തെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? അത് BJP ഭരിക്കുമ്പോഴാ. ഇന്ത്യയുടെ ഭാഗം പാകിസ്ഥാൻ പിടിച്ചടക്കിയെന്ന വാജ്പേയി ഭരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പുൽവാമ ആക്രമം, പത്താൻകോട് ആക്രമം, CRP ക്യാമ്പ്, എയർഫോഴ്സ് ക്യാമ്പുകളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനെ നമ്മൾ വെള്ളപൂശാൻ നിൽക്കുന്നില്ല. പണ്ട് ആക്രമം കുറവായിരുന്നോണ്ട് ഒരു തെറ്റുകൊണ്ടൊന്നും ഞാൻ അതുകൊണ്ട് BJP വന്നപ്പോ ഇവിടെ തിരിച്ചടിക്കാനുള്ള ആർജവം കാണിക്കണം, അതിന് നട്ടല് വേണം. അത് നേരത്തെ ഭരിച്ചവർക്ക് ഇല്ലാതെ പോയി. അല്ല, നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച ആരാണ്ട് തിരിച്ചടിക്കാച്ചിട്ടാണ്? നമ്മുടെ കാർഗിൽ പിടിച്ചോണ്ട് പോയത് ആരാണ്ട് തിരിച്ചടിക്കാച്ചിട്ടാണ്? അല്ല, അത് നമ്മുടെ ഭാഗങ്ങൾ തിരിച്ചോണ്ട് പോയല്ലോ. ഏറ്റവും കൂടുതൽ ശക്തമായ ഇന്റലിജൻസ് വിങ് എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഭാഗം ഇത്രയും പാകിസ്ഥാൻകാർ തോക്കും പീരക്കയുമായിട്ട് കടന്നേക്കാൻ ഇന്ത്യയിലെ ഇന്റലിജൻസ് വിങ് അറിഞ്ഞില്ല എന്ന്. അതിന്റെ പിന്നെ രാഷ്ട്രീയമുണ്ട്, ഞാൻ പറയുന്നില്ലെങ്കിൽ പത്മനാഭൻ ചേട്ടന് അറിയാം. അന്ന് അത് നേരത്തെ ഗവൺമെന്റ് അറിഞ്ഞിരുന്നു, ഇന്റലിജൻസ് വിങ് അറിഞ്ഞിരുന്നു. പക്ഷെ അത് കുറച്ചു നാളത് മൂടി വെച്ചിരുന്നു. അത് വേറൊരു കാര്യം, എന്റെ രാഷ്ട്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അതിനകത്ത് പൊളിറ്റിക്സ്, അത് തീർത്തും പൊളിറ്റിക്സ് ആണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കുറെ ചർച്ച ചെയ്താണ്. അപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണം. അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമി അല്ല, ഏത് തീവ്രവാദ സംഘടനകൾ രാജ്യത്തിന് ആപത്താണോ, വിശേഷിച്ചും അതിന് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും. നാളെ ഒരു കാര്യം പറയാം, BJP ഒരു പക്ഷേ ഇടതുപക്ഷമല്ലേ കോൺഗ്രസ് ആയാലും എതിർക്കുന്നത് എന്താണ്? അവരിലുള്ള ഒരു ഹിന്ദു വർഗീയവാദമാണ്. ആ ഹിന്ദു വർഗീയവാദം കളഞ്ഞ ഒരു ഹിന്ദുത്വ വർഗീയവാദം ഹിന്ദുത്വ സ്വഭാവമായിട്ട് രണ്ട.
ഹിന്ദുത്വ സ്വഭാവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മതേതര കാഴ്ചപ്പാടില്ല. ആ ഹിന്ദുത്വ സ്വഭാവമായിട്ട് വന്നാൽ ഹിന്ദു വർഗീയത മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ നാളെ BJP-യുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മറ്റു പ്രസ്ഥാനങ്ങളോ കൈകോർത്തുനിന്ന് സഹകരിക്കാം. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള പ്രതിലോമ ശക്തികളെ ആക്ഷേപിക്കാനോ ആക്രമിക്കാനോ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? CPM-ന്റെ ദൗർബല്യത്തെ ആണോ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ല, അവരെ ആക്ഷേപിക്കുന്നല്ലോ പറഞ്ഞത്. അവര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വലിയ ശക്തിയായിട്ട് കണ്ടെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇളമരക്കരി പറഞ്ഞത്. അവര് ഒരു വലിയ ശക്തിയായിട്ടൊന്നും കാണിച്ച് അങ്ങനെ വലിയൊരു ഒരു പേരൊന്നും കൊടുത്ത് അവരെ എതിർക്കാൻ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അത് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ശരിയാണ്, അവർ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ തീവ്രവാദ സംഘടനയാണ്. പക്ഷെ കേരളത്തിൽ അവരുടെ പ്രവർത്തനം രഹസ്യമായിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളുണ്ട്, സിമിയുടെ പ്രവർത്തനങ്ങളുണ്ട്, ISS-ന്റെ പ്രവർത്തനങ്ങളുണ്ട്. ISS ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ടില്ല. ഇവിടുന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും കൊണ്ടുപോയില്ലേ. അപ്പൊ ഈ തീവ്രവാദ സംഘടനകളെല്ലാം ഇവിടെ രഹസ്യമായിട്ടും ഇല്ലില്ല. അതൊക്കെ ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല. നമുക്ക് രേഖകളുണ്ടല്ലോ. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കാസർഗോഡ് ചില കുട്ടികളെ ISS കൊണ്ട് കുട്ടി മരിച്ചുപോയ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. ഡെഡ് ബോഡി പോലും ഇവിടെ കിട്ടിയിട്ടില്ല വീട്ടുകാർക്ക്. അപ്പൊ ഇവിടെ ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥിതിയിൽ ആരൊക്കെ ശ്രമിച്ചാലും ഈ സംഘടനകളൊക്കെ ഇപ്പൊ ഇന്ത്യ ശരിയാണ് 11 വർഷമായിട്ട് BJP ഭരിക്കുന്നു. ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ എന്തുകൊണ്ട് പരിപൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല? പരിപൂർണ്ണമായിട്ട് നമുക്കതിന് കഴിയുന്നില്ല. പരിപൂർണ്ണമായിട്ട് ഒരു ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണല്ലോ പ്രധാനപ്പെട്ട അധികാരങ്ങളും ഫോഴ്സും മറ്റു നിയമങ്ങളും എല്ലാം. അപ്പൊ ഈ തീവ്രവാദ സംഘടനകളെ ജമാഅത്ത് ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും ഇവരെയൊക്കെ പരിപൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിട്ട് നമുക്കതിന് കഴിയുന്നില്ല. അത് നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് ആര് ഭരിച്ചാലും ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് ജനാധിപത്യം എന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. അതെവിടെയും അതുണ്ടായിട്ടുണ്ട്. ഇവിടെ രാജഭരണങ്ങളുണ്ട്. തള്ളിക്കളയണം, അല്ലാതെ ഒരു ഭാഗത്ത് ചിലർ ഒരു കൂട്ടർ ഇങ്ങനെ അവരെ തല്ലുന്നു, ഒരു ഭാഗത്ത് അതേ സംഘടനയിലെ ഒരു വിഭാഗം അവരെ തലോടുകയും ചെയ്യുന്നു. ആ ഒരു സമീപനം എന്തിനാണ്? ആ ഒരു ഇരട്ടത്താപ്പ് എന്തിനാണ്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമീപനമില്ല. നേരത്തെ പത്മനാഭൻ ചേട്ടൻ വ്യക്തമായ ഒരു മറുപടി അതിന് പറഞ്ഞു അദ്ദേഹം തുടക്കത്തിൽ. എന്താ, നമ്മൾ ഓരോന്നിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ അതിനകത്ത് വേഴ്സ്വർത്തിനെ ഒരു ഡാഫഡിൽസ് കണ്ടപ്പോൾ വലിയൊരു മനോഹരമായ ഒരു കവിത എഴുതാൻ തോന്നി. വേറെ ആള് കണ്ടാൽ ഒരു ഡാഫഡിൽ കിടക്കുന്ന കണ്ടേച്ചങ്ങ് പോകും. അത് വേഴ്സ്വർത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. റെയിൻബോ കണ്ടപ്പോൾ മനോഹരമായ കവിത എഴുതി. അതിന്റെ അവസാനത്തെ വരി എന്താണെന്നറിയോ? ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അത് റെയിൻബോയെ കുറിച്ച് എഴുതിയാണ്. അപ്പൊ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ കാഴ്ച. നമ്മൾ മഴവിൽ കാണുന്നില്ല, നമ്മൾ കവിത എഴുതുന്നു. അപ്പൊ ഓരോന്നിനും നമ്മുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. ഒരാളുടെ പ്രസ്താവനയെ നമ്മൾ ഓരോ രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാം. അത് നമ്മളുടെ ഒരു വിശകലനത്തിന്റെ രീതി മാത്രമാണ്. അത്ര കണ്ട് ഗൗരവം ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട അളങ്കരി പ്രസ്ഥാനത്തിന്റെ രത്നച്ചുരുക്കം.